ഒരു മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ വീടുകൾ നഷ്ടമാകുമല്ലോ, അത് നഷ്ടപ്പെട്ടോട്ടെ, സ്ഥലം നഷ്ടപ്പെട്ടോട്ടെ. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടെ ഒരുപാട് ആളുകളുടെ ജീവൻ ഞങ്ങൾക്ക് സംഭവിക്കാനുള്ളതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളെല്ലാം അനാഥരായി. എൻ്റെ കുടുംബത്തിൽ ഞാൻ രാവിലെ വരുമ്പോൾ ഞാൻ 8 ആളുകളെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞു. കാരണം അവർക്ക് ജീവനുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നീതി കിട്ടണം. കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി മുണ്ടക്കയിൽ വന്ന ഫയർഫോഴ്സ്, ബോട്ട് സർവീസ്, റെസ്ക്യൂ അടക്കമുള്ള ആളുകളോടെ വന്നിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന്, റെയിൻ ഗേജിൽ നിന്ന് അവിടെ ആളുകൾ വന്നിട്ട് അവിടെ ഒരു വീഡിയോ എടുത്ത് പോകുന്നല്ലാതെ ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. മേടിക്കുന്ന എല്ലാ വസ്തുക്കളും ആ ചൂരമലയിൽ, ആ ചെറിയ ടൗണിൽ വെച്ചിരുന്നു. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലുണ്ടായി, ബാങ്ക് ഉണ്ടായി, ATM ഉണ്ടായി. ബാങ്കിൽ 2 ബാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ആ സംഭവങ്ങളൊന്നുമില്ല. സ്കൂളില്ല, ഹോസ്പിറ്റലില്ല, ബാങ്കില്ല, ATM ഇല്ല. ഒരു അത്യാവശ്യം ഒരു ജലദോഷത്തിന് ഒരു മരുന്ന് മേടിക്കാൻ പോലുള്ള സംവിധാനമില്ല, ഡോക്ടറില്ല, ആരുമില്ല. അതിനൊക്കെ നമ്മളിന്ന് വണ്ടിയെടുത്ത് 13 കിലോമീറ്റർ സഞ്ചരിച്ച് മേപ്പാടി ചെല്ലേണ്ട ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഈ റോഡ് ചില സാഹചര്യത്തിൽ മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡ് കൂടെ, ഈ കാടിൻ്റെ അകത്ത് കൂടെ സഞ്ചരിച്ച് രാത്രിയൊക്കെ വരലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആനയുടെ ശല്യം, ഇപ്പോൾ തന്നെ അവിടെ അനങ്ങിയ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഒരു 1000 റുപ്യൻ്റെ ബിസിനസ് നമ്മൾ ചെയ്താൽ 150 രൂപ കിട്ടും. പക്ഷെ ആ 150 രൂപ നമ്മളെ ചിലവിനായി. എന്നാലും മക്കളടുത്ത് പോകണ്ട, ചോദിക്കേണ്ട എന്നുള്ളൊരു ലക്ഷ്യത്തു പിന്നെ ഒരു സന്തോഷവും. ഇപ്പം നിങ്ങളൊക്കെ വന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ മാനസിക ടെൻഷൻ മാറുകയാണ്.